ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റായിട്ട് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും, അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞു. ബിസിനസ്സിൻ്റെ പേര് മാജിക് വൈബ് ക്ലോത്ത് സ്റ്റോർ എന്നാണ്. നമ്മൾ ക്ലോത്തിൻ്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേജ് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫോളോവേഴ്സൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ക്ലോത്ത് ബിസിനസ്സാണ്. നമ്മൾ ഹോൾസെയിലായിട്ട് ഡ്രസ്സ് എടുത്ത് അത് റീസെയിൽ വാല്യൂവിന് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ ഏതെങ്കിലും ഒരു മോഡൽ നമുക്ക് അയച്ചു തരാണ്, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ കൂടെ അയച്ചു തന്നിട്ട് നമുക്ക് ഈ രീതിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 രീതിക്കാണ് നമ്മുടെ ബിസിനസ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1 മന്ത്, ഞാൻ പറഞ്ഞ 1 മന്ത് കഴിയാറായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾ ഇറക്കാൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് റെഫർ ചെയ്യുക. എന്നിട്ട് നിങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളിൽ തന്നെ ഇട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വഴി ആ ഒരു ഡ്രസ്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് പ്ലസ് നമ്മൾക്ക് നമ്മുടേതായ മാർജിൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കണം നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ അത് ചെയ്യണം. ഡ്രസ്സാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്താണോ അത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഒരാൾ ചെയ്തു, അതുകൊണ്ട് അവർ സക്സസ് ആയി, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ് ആവില്ല. നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണോ ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് ചെയ്യാൻ, എന്നാൽ മാത്രം നമ്മൾ അതിനിറങ്ങാം. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. എന്ത് ബിസിനസ് തുടങ്ങുമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിലായിരിക്കും. കാരണം നമുക്ക് സക്സസ് ഉണ്ടാവാനും നമ്മൾ ചെയ്യുന്ന വർക്കിനോട് വളരെയധികം ഹാപ്പി ആയിട്ടും ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യാനുള്ള ചാൻസും അതിലാണ്. അപ്പോൾ നമ്മൾ അത് തുടങ്ങുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഡ്രസ്സിങ്ങിൻ്റെ അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഡ്രസ്സിൻ്റെ ബിസിനസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ആദ്യം ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുന്നു, എന്തിലാണ് നമ്മൾ ഹാപ്പി എന്ന് നോക്കിയിട്ട് നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റാണ്. അതായത് ഞാൻ എടുത്തിട്ടുള്ളത് കുർത്താസ് മാത്രമാണ്, അതായത് വുമൺ കുർത്താസാണ്. അതിൽ ഞാൻ മെൻസ് വെയർ, കിഡ്സ് വെയർ അല്ലെങ്കിൽ സാരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. കുർത്താസ് മാത്രമാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് മുതൽ അറൗണ്ട് 50 വയസ്സ് വരെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരക്കാർക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച്, അതേപോലെ ഇപ്പോഴത്തെ കളർ എന്നല്ല, നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ല കളേഴ്സിലും ഒക്കെയുള്ള പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ നമ്മുടെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റ്സ്. അപ്പം നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അപ്പം നിങ്ങൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മുടെ ബിസിനസ്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടാമെന്ന് വെച്ചാൽ, നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി കസ്റ്റമേഴ്സിനെ കിട്ടും. ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ ബിസിനസ്സിന് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ ഒരു ബുട്ടീക്കാണെങ്കിൽ ആ നിങ്ങളുടെ ബുട്ടീക്കിൻ്റെ പേര് അവിടെ കൊടുത്ത് അതിന് നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസും, ഏതെങ്കിലും കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോസും അവരുടെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കൂടുതലും ഫസ്റ്റൊക്കെ നമുക്ക് റിലേഷൻഷിപ്പിൽ മാത്രമാണ് വാട്സപ്പ് ഗ്രൂപ്പ് റൺ ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് 1-2 പേരൊക്കെ നമുക്ക് ആഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ്. പിന്നെ നമുക്ക് വേർഡ് ഓഫ് മൗത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വേറൊരാൾ വാങ്ങി അവരത് ഇട്ടിട്ട് പോകുമ്പോൾ ഒരു സെക്കൻഡ് ഒരാൾ അവരോട് ചോദിക്കണം, ഇത് ഏത് പ്രൊഡക്റ്റാണ്, ഇത് നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് പറയാൻ പറ്റണം, ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത് വാഷ് ചെയ്തിട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഇത്ര കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അത് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് പറ്റണം. കാരണം കസ്റ്റമേഴ്സ് അത്രയും നമ്മുടെ പ്രൊഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ
അവർ വേറെ ആളുടെ അടുത്ത് അത് സജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതുവഴിയും ബിസിനസ് വരാം. വേർഡ് ഓഫ് മൗത്ത് വളരെയധികം നമുക്ക് മാർക്കറ്റിംഗ്, അതായത് നമുക്ക് വിറ്റഴിക്കാനുള്ള ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാനൊരു അപ്ഡേറ്റ് തരാനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്ഡേറ്റ് തന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും റീസെൻ്റായിട്ട് തുടങ്ങാനുള്ള ആൾക്കാർക്ക് ഉപകാരമായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ 1-2 പ്രോഡക്ട്സ് പോകും എന്ന് മാത്രമായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ടച്ച് വുഡ് അത് നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തേക്കായിരുന്നു നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡേഴ്സും അതൊക്കെ നമുക്ക് സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്യാനും പറ്റി. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയം എന്ന് പറയുന്നത് വളരെ റൈറ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഓണത്തിൻ്റെ സീസൺ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഓണത്തിൻ്റെ സമയത്ത് നമുക്കറിയാം എല്ലാവരും ഡ്രസ്സ് വാങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടുതൽ എൻക്വയറീസ് വരാനും കൂടുതൽ ഓർഡേഴ്സ് വരാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ നമ്മൾ തുടങ്ങുമ്പോഴല്ലോ നമുക്ക് ഒരാൾ നമ്മുടെ ഡ്രസ്സിനെ കുറിച്ച് ഒരു എൻക്വയറി ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. അവർ വാങ്ങണമെന്നില്ല. ആ ഫസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, ഇതിന് എത്ര റേറ്റ് ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഒരു പോസിറ്റീവ് സൈൻ കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പ്രോഡക്റ്റ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവും. നമ്മുടെ പ്രോഡക്റ്റൊക്കെ സെല് ചെയ്യുകയും ചെയ്തു. നമുക്ക് ഏകദേശം 27ഓളം ഓർഡേഴ്സ് നമുക്ക് പോയി കഴിഞ്ഞു ഇപ്പോൾ. അപ്പം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ക്ലോത്തിൻ്റെ ബിസിനസ് ആണെങ്കിൽ പെട്ടെന്ന് തുടങ്ങുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇനിയും നമുക്ക് ഓണം വരാൻ വേണ്ടിയിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചയുടെ സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലോത്ത് ബിസിനസ് സക്സസ് ചെയ്യും. ഇനിയിപ്പോൾ അല്ല, ഈ ഒരു സീസണൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെസ്റ്റീവ് സീസൺസ് നോക്കുക. ക്രിസ്മസ്, ഈദ്, ഓണം, വിഷു അങ്ങനെയുള്ള നമ്മൾ ഫെസ്റ്റീവ് സീസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ഓർഡേഴ്സ് വരാനും അതൊക്കെ സെൽ ഔട്ട് ചെയ്യാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്തോ നമ്മുടെ പ്രോഡക്ട്സ് ഓൾമോസ്റ്റ് പോയി. അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒന്നും പ്രോഡക്റ്റ് പോവില്ല, അതുകൊണ്ട് ഇട്ട് പോകരുത്, നമ്മൾക്ക് നോക്കാം, ചിലപ്പോൾ വരും. ആദ്യത്തെ മാസം വരില്ല, രണ്ടാമത്തെ മാസം വരില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആദ്യത്തെ മാസം വളരെ നല്ല സക്സസ്സിലാണ് പോയിട്ടുള്ളത്. ചിലപ്പോൾ അടുത്ത മാസം ഫെയിലിയർ ആവാം. കാരണം അടുത്ത മാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും ഡ്രസ്സും വാങ്ങി എല്ലാം വാങ്ങിയിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും ആരും വാങ്ങില്ല, അതെനിക്കും അറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ അളവ് കുറയ്ക്കുക. ഫെസ്റ്റീവ് സീസൺ ആകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റോക്ക് എടുക്കാം. ഫെസ്റ്റീവ് അല്ലാത്ത സീസണിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ അളവ് കുറയ്ക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മൾ റീസെല്ലിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ ഒരുപാട് മാർജിൻ ആഡ് ചെയ്യരുത്. നമുക്കൊരു താങ്ങാൻ പറ്റുന്ന മാർജിൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി മാർജിൻ അതിൻ്റെ മുന്നിൽ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമുക്കതങ്ങനെ കൊടുക്കാൻ തോന്നില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും സോൾഡ് ഔട്ട് ആവില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലാഭം നമുക്ക് പിന്നെ എടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് നമുക്കായിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാകണം. നമുക്കൊരു 100 കസ്റ്റമർ നമ്മളുടെ അടുത്ത് സ്ഥിരമായിട്ട് വാങ്ങുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ മെല്ലെ നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പൈസ കൂട്ടിയാലും അവരത് വാങ്ങും. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഭയങ്കര രീതിക്ക് പ്രൊഡക്റ്റിൻ്റെ മാർജിൻ കൂട്ടരുത്. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിലും ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മാർജിൻ കൂട്ടുക, ഒരു ക്ലോത്തിൻ്റെ മാർജിൻ കൂട്ടുന്നത് 100 റുപ്പീസ് ആണെങ്കിൽ ഞാൻ അവരുടെ കയ്യിൽ നിന്നും ഡെലിവറി ചാർജ് സെപ്പറേറ്റ് എടുക്കുന്നില്ല. അപ്പോൾ ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് നമുക്ക് അറൗണ്ട് ഒരു 50-40 ഒക്കെ വരും. അപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50 അല്ലെങ്കിൽ 60 രൂപയാണ്. അപ്പോൾ പ്രോഫിറ്റ് അവിടെ നിൽക്കട്ടെ, പ്രോഫിറ്റ് വേണം, പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ് ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ മാർജിൻസ് ആഡ് ചെയ്ത് കൂട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടേതായിട്ടുള്ള കുറച്ച് കസ്റ്റമേഴ്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ ഞാൻ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്തുനിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ കേട്ട കാര്യങ്ങളുമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് വന്നു,
പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നത്, നിങ്ങൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതാവുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ചാർജ് ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ആൻഡ് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന മാർജിനും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെയും നമുക്ക് കുറച്ചധികം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അല്ലാതെ നമ്മളിപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ്ങിന് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ആ സ്റ്റിച്ചിങ് ചാർജൊന്നുമില്ല, അതൊക്കെ തേർഡ് പാർട്ടിയിലേക്കാണ് പോകുന്നത്. എനിക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്യുന്ന മാർജിൻ മാത്രമാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന, അത്യാവശ്യം ഫാഷൻ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റീസെയിൽ ബിസിനസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ കസ്റ്റമൈസേഷൻ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ബെസ്റ്റാണ്. കാരണം ഓണ സീസൺ ആണ്, സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടി. ആ പ്രോഡക്റ്റ് അത്യാവശ്യം നമ്മൾ വേണമെങ്കിൽ ഒരു ഡെമ്മി വാങ്ങി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, അതേപോലെ വാട്സപ്പ് എല്ലാത്തിലും നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ ആ നമ്പറിലോട്ടോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റഗ്രാമിലേക്കോ ID-യിലേക്കോ ഒക്കെ അവർ DM ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എൻക്വയറി വരും, അതിലൂടെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കൂടുതലും എനിക്ക് ഓർഡർ വന്നിട്ടുള്ളത് വാട്സപ്പിലാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. അപ്പം അതും കൂടുതലും റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് കൂടുതൽ ഓർഡേഴ്സും വന്നിട്ടുള്ളത്. പിന്നെ ഒരു 5-6 ഓർഡറൊക്കെ അല്ലാണ്ടും വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് കണ്ട് വേർഡ് ഓഫ് മൗത്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് കൂടുതലും വന്നിട്ടുള്ളത് നമ്മുടെ റിലേഷൻഷിപ്പ് വഴിയാണ്. അപ്പോൾ ആ ഒരു കസ്റ്റമറെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മളുടെ പബ്ലിക്കിൽ നിന്നും, അതായത് നമ്മളെ അറിയാതെ നമ്മുടെ ബിസിനസ്സും നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ വേണം. ഇവരെ വേണ്ടാന്നല്ല, അവരെയും കൂടെ നമുക്ക് വേണം. അപ്പോഴാണ് നമ്മുടെ ബിസിനസ് പൂർണ്ണമായിട്ടും സക്സസ് ആവുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനാണ് നമ്മൾ ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. വാട്സപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി വരും. എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവരുടെ സൈസ് നമ്മുടെ കയ്യിലുണ്ടാവണം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാ സൈസും ഉണ്ടാവണം. സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL. സ്മോൾ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്മോള് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാലും മീഡിയം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, വേണ്ടാന്നല്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ സൈസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഒരു സൈസെങ്കിലും, അത് മീൻസ് ഒരു പ്രോഡക്റ്റെങ്കിലും, എല്ലാ സൈസിൻ്റെ ഒരു പ്രോഡക്റ്റെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മൾ കൂടുതലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് തുടങ്ങുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ്, എത്ര ബൾക്ക് പ്രോഡക്റ്റ് എടുക്കുന്നോ അതിനനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു 10,000-ന് എടുക്കാം, 20,000-ന് എടുക്കാം, 5,000-ന് എടുക്കാം, 30,000-ന് എടുക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ അറിയുമോ, നമ്മളിപ്പോൾ ഒരു 10,000-നാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡിസൈൻസ് കുറവായിരിക്കും. സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടാകും. സ്റ്റോക്ക് ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ഐറ്റത്തിൻ്റെ, ഇപ്പോൾ ഈ ഒരു ഡ്രസ്സാണെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്മോൾ, ലാർജ്, മീഡിയം അങ്ങനെ നമ്പർ ഉണ്ടാവും, ബൾക്കായിട്ട് നമുക്ക് കാണാനുണ്ടാവും. പക്ഷേ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഡിസൈനോ അപ്പോൾ 5 ഡിസൈൻ ആയിരിക്കും. 10,000-നാണെങ്കിൽ 5 ഡിസൈൻ അല്ലെങ്കിൽ 6 ഡിസൈൻ അത്രയും ഉണ്ടാവും. പക്ഷേ പ്രൊഡക്റ്റ് നമുക്ക് 10-35 പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ടാവും. സെയിം ഡിസൈനിൻ്റെ തന്നെ 5-6 സൈസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ചെറിയ രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അജ്രക്കൊക്കെ പോലുള്ള റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസും നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ ഷോപ്പിൽ മാത്രം അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് ആ റണ്ണിങ് മെറ്റീരിയൽസും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മൾ പ്രൊഡക്ട്സൊക്കെ ഇട്ട് നമുക്ക് എൻക്വയറി വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് നമ്മൾ അവരിലേക്ക് സാധനം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം എൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടുള്ളത് വാട്സപ്പിലാണ് ഓർഡർ കൂടുതൽ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിലേഷനുള്ള ആൾ വഴി വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന ഓർഡറാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ ശേഷം ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ഗൂഗിൾ പേ ചെയ്യും. അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യും. പക്ഷെ നമ്മളൊരു പബ്ലിക്കിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ അറിയാതെ നമ്മൾ ബിസിനസ് അറിഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ,
അവർക്ക് അങ്ങനെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഗൂഗിൾ പേ ചെയ്ത ശേഷം മാത്രം, അതായത് പൈസ എൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം മാത്രമാണ് പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യൂ. അപ്പോൾ നിങ്ങളാണെങ്കിലും അത് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇതിലൊക്കെ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റ് പോയിട്ട് പൈസ കിട്ടാതെ വരാം. എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റിലേഷൻഷിപ്പ് ബേസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. അങ്ങനത്തെ പ്രശ്നം വരുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് അത് ചെയ്യാം. പിന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ പലരും നമുക്കറിയാം, നമ്മൾ ഒരു സാധനം അയക്കുന്ന സമയത്ത് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ട് അവർ റിട്ടേൺ അയക്കും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കസ്റ്റമർ സർവീസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സാധനം നമ്മൾ തിരിച്ചെടുക്കണം. അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ സക്സസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഒരാൾ യൂസ് ചെയ്തിട്ട് വരുന്ന പ്രൊഡക്റ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അത് റിസെല് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് നമ്മുടെ കൊറിയർ കവർ പൊട്ടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പൊട്ടിക്കുന്ന കവറിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് പറയാം. എൻ്റെയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഡാമേജസ് അവർക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവരത് ഷോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാനും നമുക്ക് പ്രോഡക്റ്റ് തിരിച്ചെടുക്കാനും പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് അവർ യൂസേജ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചയക്കുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, ഒരുപാട് ആൾക്കാർ മീഷോ ആയാലും ആമസോൺ ആയാലും ഒരുപാട് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവരത് തിരിച്ചയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ റീസെല്ലിങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ റീസെല്ല് ചെയ്യാൻ പറ്റും. നമ്മുടെ മീഷോ ഒക്കെ വെച്ചിട്ട് റീസെല്ല് ചെയ്യാൻ പറ്റും. ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടാണുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രൊഡക്റ്റ് അല്ല, ഇത് മീഷോ ആണോ ആമസോൺ ആണോ എന്ന് ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയും. അപ്പോൾ എന്ത് ചെയ്യും, അവർ നമ്മുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഏത് സൈറ്റിലാണെങ്കിലും നമ്മൾ ഇട്ട ഡ്രസ്സ് എടുത്തിട്ട് ആ സൈറ്റിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സും അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ആപ്പിൽ നിന്നും ഒരിക്കലും റീസെല് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മുടെ പ്രൊഡക്റ്റിന് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കവേഴ്സ് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോയിലൊക്കെ കിട്ടും. 300, 400, 500 എല്ലാ റേഞ്ചിനും ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണത്തിലുള്ള വലുപ്പത്തിലുണ്ട്, ഡ്രസ്സിൻ്റെ വലുപ്പത്തിൽ. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു വലിയ ഡ്രസ്സാണ് വലിയ കവറാണ് വാങ്ങിയിട്ടുള്ളത്. കാരണം നമുക്ക് കൂടുതലും ആലിയക്കട്ട് മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആലിയക്കട്ടിൻ്റെ ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല ഹെവിയാണ് സാധനം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കവേഴ്സ് കിട്ടും. ഇങ്ങനത്തെ കവേഴ്സ് പ്ലസ് പോളിത്തീൻ കവേഴ്സ് കൂടെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പോളിത്തീൻ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിലിട്ട് നമുക്ക് പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഓൾമോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ്സിൻ്റെ ഓർഡേഴ്സൊക്കെ പോയി കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മളിതിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്തിട്ടുള്ള ആ ഒരു റെസിപ്റ്റ് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതിവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അയക്കാം. പിന്നെ അയക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കൊറിയർ ചെയ്യുന്നത് ഞാൻ ഇന്ത്യൻ പോസ്റ്റൽ ഓഫീസ് വഴിയാണ്. അതാകുമ്പോൾ നമുക്ക് വരുന്നുണ്ട്, എനിക്ക് അറൗണ്ട് 34-50 രൂപ, 50 താഴെയാണ് കേട്ടോ, 50 43-44 വരുന്നുണ്ട്. അപ്പം അത്ര റേറ്റ് നമുക്ക് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ഡെലിവറി കൊടുക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും കൊടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ പ്രോഡക്റ്റ് എത്തും. അത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മൾ റിവ്യൂ ചോദിക്കുക, അവരുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്ന റിവ്യൂസും അവർ തന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റ, വാട്സപ്പ് അതിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെറിയ രീതിയിലൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാക്കാം എന്നല്ല, ചെറിയ രീതിക്ക് ഒരു പാസീവ് ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് 5, 10, 20, 25 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അപ്പം ഞാൻ ഒരുവിധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ സാധനം അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരുവിധം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.